പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ള ബ്രോഡ്വേയിലാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ ക്രിസ്മസിൻ്റെ പ്രമാണിച്ചിട്ട് വന്നതാണ് കേട്ടോ. വൈകിട്ടത്തെ സമയമാണ്. സോ തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ മുന്നോട്ടേക്ക് വാർത്ത് ഇവിടെയൊക്കെ തിരക്ക് കുറവാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് വാർത്ത് തിരക്ക് കൂടുതൽ പ്രതീക്ഷിക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ഒരു പപ്പാനെയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ല, മുന്നോട്ട് പോകുന്നതോടെ തിരക്ക് കൂടി ചെറുതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പോയിക്കുന്നുണ്ടല്ലോ. അല്ല, വണ്ടിയൊക്കെ നിരന്നിരിപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ ഉള്ളിട്ടുണ്ട്, അതാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് എന്താ വെച്ചാൽ പോവാം. ഇവിടെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇതവിടെ കേരള മസാല, ഗുജറാത്തി ഷോപ്പ്, അങ്ങനെ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്നു കേട്ടോ. നമുക്ക് എല്ലാ റേറ്റിലും ഇവിടുത്തെ ഐറ്റംസ് കിട്ടും. നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ആ ഒരു ഐറ്റംസ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതവിടെ ബാഗൊക്കെ ഷോപ്പുണ്ട്, കണ്ടില്ലേ, ബാഗുകളുടെയൊക്കെ ഷോപ്പുണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ കണ്ടില്ലേ ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ചോളമൊക്കെ വിൽക്കുന്നുണ്ട്, ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ടേക്ക് പോകാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അകത്തേക്ക് വരാത്ത തിരക്ക് കൂടുതൽ. തിരക്കായി ഗൈസ് എൻ്റെ അമ്മോ. ഇവിടുന്ന് ഈ തിരക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ളിലോട്ട് എന്ത് തിരക്കായിരിക്കും. അതുകൊണ്ട് ഇവിടെ വലിയൊരു ഷോപ്പുണ്ട് ഡ്രസ്സിൻ്റെ. അതുകൊണ്ടല്ലേ ഇവിടെ ഒക്കെ കണ്ടോ, ഇവിടെ ക്രിസ്മസിൻ്റെ ആ ഒരു സംഭവം, ആ ഒരു ഡ്രസ്സാണെങ്കിലും ക്രിസ്മസിൻ്റെ ഓരോ അലങ്കരിക്കുന്ന വസ്തുക്കളുടെ ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ കണ്ടല്ലോ ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ലൈറ്റ്, ക്രിസ്മസ് ട്രീ തൂക്കുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. ഇത് ഇവിടെ പുള്ളിയുടെ ലൈറ്റൊക്കെ ഇരുപുണ്ട് ഇടുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇവിടെ ക്രിസ്മസിൻ്റെ സ്റ്റാർ, ക്രിസ്മസിൻ്റെ സംഭവങ്ങൾ, അലങ്കരിക്കുന്ന സംഭവങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു മെയിൻ ബസാറുണ്ട്, അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ക്രിസ്മസിൻ്റെ അലങ്കരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്, മേദർ ബസാർ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പോകട്ടെ. ഇവിടെ നല്ല തിരക്കാണ് ഈ സമയത്ത്. ഇതിനകത്ത് മെയിൻ തിരക്ക് ഞാൻ പറഞ്ഞു. ഇതിനകത്തേക്ക് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടൊക്കെയാണ് വരുന്നത് ഈ സമയത്ത്, ക്രിസ്മസിൻ്റെ സമയത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം. അകത്ത് നല്ല രക്ഷയിലോ, ഭയങ്കര തിരക്കാണ്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടില്ല, ഇങ്ങനത്തെ പപ്പാനയുടെ തൊപ്പിയൊക്കെ വെക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്നൊരു ഷോപ്പിടെ കണ്ടു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിരക്കാണ്. ഈ ഇടിച്ചൂതി ആൾക്കാർ കയറി ഇറങ്ങിയൊക്കെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഫ്രീ ആയി. ഇവിടെ ഓരോ ഷോപ്സ് കണ്ടില്ലേ. ഈ ക്രിസ്മസിൻ്റെ മെയിൻ ഐറ്റംസ് അവിടെ ഉള്ള കേട്ടോ, കണ്ടില്ലേ. ക്രിസ്മസിൻ്റെ അലങ്കരിക്കുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ കണ്ടല്ലോ ഓരോ തോരണങ്ങൾ കണ്ട് ക്രിസ്മസിൻ്റെ, കണ്ടില്ലേ. പല കളറിലുണ്ട് കേട്ടോ, അത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇവിടെ പ്രതിമയൊക്കെ ഉണ്ടല്ലേ, കൊള്ളാം, നൈസ്, അടിപൊളി. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, ഒരു രക്ഷയില്ല. ഇപ്പോൾ വന്ന് കാണുന്ന സംഭവങ്ങൾ എന്തൊക്കെ പറയാൻ, വേറെ കാഴ്ചകൾ ഇനിയും കിടപ്പുണ്ട് മുന്നോട്ട്. അടിപൊളി. ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ, പുൽക്കൂടൻ്റെ രൂപങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഉണ്ട്. വന്ന് കാണേണ്ട കാഴ്ച കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. മുന്നോട്ടേക്ക് ഓർത്ത് പിന്നെ കണ്ടു ഇവിടുത്തെ സ്റ്റാറൊക്കെ ഉണ്ട്, വലിയ സ്റ്റാറൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തും ഇതുപോലെ ക്രിസ്മസിൻ്റെ അലങ്കരിക്കുന്ന സംഭവങ്ങളോട്ടുള്ളത്. നല്ല രസം അത് കാണാനായിട്ട്. ഈ കട കണ്ടില്ല, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഈ കട കണ്ടിട്ട് വേറൊരു യൂണിവേഴ്സ് പോലെ ഉണ്ട്. അത് സ്റ്റാറിൻ്റെ വലിയൊരു കളക്ഷൻ. ഞങ്ങൾ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസം, കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസം കേട്ടോ, അടിപൊളി. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ ലൈറ്റിംഗ് ആണ് എൻ്റെ അമ്മ, കിടിലം, ഒന്നും പറയാനില്ല. നല്ല കളക്ഷൻ. അത് വേറെ യൂണിവേഴ്സിറ്റി ചെന്നവരുണ്ട് നമ്മൾ കട കയറിയിട്ട്. നല്ല രസമുണ്ട്, അത് കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. കണ്ടില്ല, ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ കടയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ എന്തായാലും മേടിക്കണം. എന്തായാലും നമ്മൾ ഈ സംഭവം മേടിച്ചിരിക്കണം, ലേസർ ലൈറ്റ്. ഇതിന് 450 രൂപ കേട്ടോ. അപ്പോൾ നമ്മൾ ആ സാധനമൊക്കെ മേടിച്ച് ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇവിടെ കണ്ടില്ല, ഇവിടെ വേറൊരു ഷോപ്പാണ്. ഇവിടുന്ന് വേറൊരു വഴി അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഇവിടെ കണ്ടില്ല ക്രിസ്മസിന് അലങ്കരിക്കുന്ന ലൈറ്റ്, ഒരു സംഭവങ്ങൾ, ക്രിസ്മസ് ട്രീ തൂക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ തന്നെ മെയിനായിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞ ആൾക്കാർ എന്താ പറയുക, ഒന്നും മേടിച്ചില്ലെങ്കിലും ചുമ്മാ അത് ഫുള്ള് കണ്ടിട്ടേ പോകത്തുള്ളൂ. അത്ര രസമുണ്ട് ഇത് കാണാനായിട്ട് തന്നെ. കണ്ടില്ല, ഇതോടെ ക്രിസ്മസിൻ്റെ പപ്പാനയുടെ തൊപ്പിയൊക്കെ ഉണ്ട്. അവിടെ ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ, മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരം തന്നെ. ഇത് കണ്ടില്ലേ, ഇതാ ലൈറ്റ് ഉണ്ട്, പിന്നെ സ്റ്റാർ ഉണ്ട്, അടിപൊളി.
എന്തായാലും ക്രിസ്മസിൻ്റെ ടൈമിൽ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഈ മേദർ ബസാർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ബ്രോഡ്വേയിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ടൈമിലാണെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആ ക്രിസ്മസ് ട്രീ വെക്കുന്ന സംഭവങ്ങൾ അവിടെ മെയിനായിട്ടുള്ള കേട്ടോ. അപ്പുറത്ത് മെയിനായിട്ട് അത് തന്നെയാണ്. മുന്നോട്ട് സ്റ്റാറിൻ്റെ വലിയൊരു കളക്ഷൻ നമുക്ക് കാണാം. അതൊക്കെ മുന്നോട്ടേക്ക് പോവാട്ടോ. ഇവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നില്ല, സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടി, ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ലൊരു വ്യൂ ആയിരിക്കും അവിടെ നിന്ന്. കണ്ടില്ലേ നമ്മൾ ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾ സ്റ്റാർ മയം തന്നെ കണ്ടില്ലേ. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ആ നക്ഷത്രമൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. പല കളറിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നല്ല വ്യൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നേരത്ത് നമ്മൾ വേറെ ലോകത്തിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. ആ സ്റ്റാറിൻ്റെ കൂടെ പോകാത്ത നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ യൂണിവേഴ്സിറ്റി കൂടെ പോകുന്ന പോലെ ഉണ്ട്. അത്ര മനോഹരമായിട്ടോ, അത്ര മനോഹരം എന്ന് പറഞ്ഞാൽ അത്ര മനോഹരം തന്നെ. അപ്പോൾ നമ്മൾ ആ വഴിയുടെ അറ്റത്ത് നിന്നിരിക്കട്ടെ. ഇവിടെ കൂടുതലും ക്രിസ്മസിന് ആ ട്രീയിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന സംഭവങ്ങളോടുള്ള പപ്പേൻ്റെ തൊപ്പിയൊക്കെ ഇടുന്നതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വന്ന വഴിയോടെ തിരിച്ച് നമുക്ക് പോകണം. അത്യാവശ്യം ഉണ്ട് കേട്ടോ, അത്യാവശ്യം സാധനങ്ങളിവിടെ ഉണ്ട്. നമ്മൾ പിന്നെ സ്റ്റാറിൻ്റെ ഇടയിൽ കൂടെ പോവാം കേട്ടോ. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അത്ര മനോഹരമായിട്ടുണ്ട്. നമ്മളിത് വന്നത് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നിടത്ത് ഇതുപോലെ പിന്നെയും സ്റ്റാറിൻ്റെ വേറൊരു കളക്ഷൻ കണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർ മാത്രമല്ല വേറൊരു സംഭവം ഉണ്ടെന്ന് കേട്ടോ. നോക്കട്ടെ, അവിടെ ഇതുപോലത്തെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടത് കണ്ടില്ലേ സൈഡിൽ കാണുന്ന. ഇത് വേറൊരു ടൈപ്പ് സ്റ്റാറാണ് കേട്ടോ, കണ്ടില്ലേ. മറ്റതുപോലെയല്ല, ഇവിടെ ലൈറ്റ് അതുപോലത്തെ ലൈറ്റൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കണം, ആ സെറ്റ് ചെയ്യണ സംഭവം കൂടെ ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തെ കടലിൽ രൂപങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. പപ്പായുടെ മാസ്ക് ഇവിടെ ഉണ്ട്. നമുക്കെന്തായാലും മുന്നോട്ടേക്ക് പോയി നോക്കാം. കൂടുതലും ഡെക്കറേഷൻ സംഭവങ്ങളാണ് ഇവിടെ ഉള്ള. ലൈറ്റിൻ്റെ ഷോപ്പ് കൂടെ ഉണ്ടാവും. ഇതൊക്കെ മുന്നോട്ട് വാർത്തത് അങ്ങോട്ട് ഉണ്ടല്ലോ, ലൈറ്റിൻ്റെ ഷോപ്സൊക്കെ കൂടെ ഉണ്ട് കണ്ടില്ലേ. ഇവിടെ മിക്സഡായിട്ടാണ് കേട്ടോ, ഡെക്കറേഷൻ്റെ സംഭവങ്ങളും ലൈറ്റിൻ്റെ ഷോപ്സ് മിക്സഡായിട്ടാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ല ഇവിടെ ഈ ഒരു കാണാൻ എനിക്ക് ഇഷ്ടം, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആട്ടോ, അത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നമ്മൾ പിന്നെയും ഒരു സ്റ്റാറിൻ്റെ സെക്ഷൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല രസം, നല്ല മനോഹരം. ഇത് കണ്ട് തന്നെ നമ്മൾ നിന്ന് പോകും കുറച്ച് നേരം, അത്ര മനോഹരമായിട്ടുണ്ട്. നമ്മൾ ആ മേദർ ബസാറിൻ്റെ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ടേ മേദർ ബസാർ തീരും. ഇവിടെ എൻ പോയിൻ്റ് ആണ് അവിടെ അപ്പുറത്ത്. ഇവിടെ കൂടുതലും ഡെക്കറേഷൻ ചെയ്യുന്ന സംഭവങ്ങളവിടെ കൂടുതലുള്ള കണ്ടില്ലേ. അവിടെ ലൈറ്റിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഡെക്കറേഷൻ ലൈറ്റുകൾ മിക്സഡായിട്ട് അവിടെ കൂടുതലും കാണുന്ന ഇതാണ് കണ്ടില്ലേ. ഇതൊരു ലൈറ്റിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതും വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പല ടൈപ്പ് ലൈറ്റുകളവിടെ കിട്ടും. നമ്മളത് കണ്ട് നിന്ന് പോകും, ഓരോ കാഴ്ചകളും നമ്മളിവിടെ കണ്ട് നിന്ന് പോകും. അതാണ് ഈ മേദർ ബസാറിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻ പോയിൻ്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.